സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ട്. എങ്ങനെ? ഒരു കുട്ടിയെ മാത്രം നമ്മൾ വീട്ടിൽ അവഗണിക്കാൻ സങ്കല്പിച്ചോളൂ. അങ്ങനെയൊക്കെ മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട്. ഒരുത്തിനോട് നല്ല ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ മനസ്സിന്റെ ഒരു വികാരമാണ്. ഇപ്പൊ ഒരു അധ്യാപകൻ എല്ലാ കുട്ടികളെ ഒരുപോലെ സ്നേഹിക്കണം എന്ന് വിചാരിക്കാൻ പറ്റും. പക്ഷെ നല്ല പഠിക്കുന്ന, നല്ല ഡിസിപ്ലിൻ ഉള്ള, നല്ല അച്ചടക്കമൊക്കെ ഉള്ള കുട്ടിയോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും, തീർച്ചയായും. പക്ഷെ മറ്റുള്ള കുട്ടികൾ അതുകൊണ്ട് അവഗണിക്കപ്പെടരുത്. എല്ലാ കുട്ടികൾക്കും നൽകാൻ വേണ്ടിയിട്ട് 100 രൂപ കൊടുക്കുന്നു ഒരു അധ്യാപകന്റെ കയ്യിൽ. അയാൾ സ്നേഹമുള്ള കുട്ടിക്ക് 1000 കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ 10 വീതം കൊടുക്കുന്നു. അത് പാടില്ല, അത് പാടില്ല. നമ്മൾ സാമൂഹികമായി വീട്ടിലോ മദ്രസയിലോ സ്കൂളിലോ ഒറ്റപ്പെടുത്തുന്ന കുട്ടികൾ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകും. അവന് ശ്രദ്ധിക്കപ്പെടണം. അവന്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ മോണ്ടാവും. അപ്പൊ അവൻ എന്ത് ചെയ്യും? നടന്നു പോകുന്ന പെൺകുട്ടിയുടെ കാല് തള്ളിയിടും. അവള് ടയാൻ നിറഞ്ഞു വീഴും, ചിലപ്പോൾ പല്ല് പോകും. ഇവിടെ ഒരു പെൺകുട്ടി മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിലേക്ക് ഒരുത്തം കല്ലെറിഞ്ഞു. അവിടെ 4 പല്ല് പോയിന്നാണ്. ഇവിടുത്തെ താടയിൽ പൊട്ടിയെന്നാണ്. ക്രിമിനലാണ്. ഈ ഏറും കഴിഞ്ഞിട്ട് കൂവി ഓടുകയാണ് കുട്ടികൾ. എന്തിനാ? അവൻ ശ്രദ്ധിക്കപ്പെട്ടില്ല, തീരെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല, അധ്യാപകൻ അവന് തീരെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ വളർന്നു വന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം, ഹീറോ ആവണം, ലീഡർ ആവണം എന്ന് അവൻ വിചാരിക്കുന്നു. അവൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി വരുന്നു, ഞാൻ ട്രെയിനിന് കല്ലെറിയാം, നിങ്ങളുണ്ടോ? എന്നാ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് വരുമ്പോൾ കല്ലെറിയുന്നു. പക്ഷെ ഇതിന്റെ അനന്തരഫലം അനുഭവിക്കുന്ന വേറെ ഏതോ ഒരു കുട്ടിയാണ്. നമ്മൾ സുഭാഷിതങ്ങളിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, കലക്കരോധി ദുർവൃത്തം നൂനം ഫലതി സാധുഷു എന്നൊക്കെ. തെറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വൃത്തികേടനുള്ളവനായിരിക്കും. നേരെ വെച്ച് അതിന്റെ ഫലം അനുഭവിക്കുന്നത് എല്ലാവരും, സമൂഹം ഒന്നിച്ചായിരിക്കും. പക്ഷെ ദുറാ മുന്നേ പറഞ്ഞതാണിത്. അക്രമിക്ക് മാത്രല്ല ഈ ഫിത്ന വരിക. ഏതെങ്കിലും ഒരുത്തം ഫിത്ന ഉണ്ടാക്കി ട്രെയിനിന് തീയിട്ടു, അല്ലെ പാളത്തിൽ എന്തോ ഒന്ന് വെച്ച് ആ ട്രെയിൻ തള്ളിയിട്ടു. ചെയ്തതൊരുത്തനാ, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് സാധുക്കളാകുന്ന കുറേ ആളുകളായിരിക്കും. നൂനം ഫലതി സാധുഷു. അപ്പൊ നല്ല പരിഗണന കൊടുക്കണം.